അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടാൻ മറക്കുന്ന ദിവസമോ അല്ലെങ്കിൽ അപ്പത്തിനരയ്ക്കാൻ മറക്കുന്ന ദിവസമോ ഒക്കെ ഇതാ രാവിലെ തന്നെ എണീറ്റ് വന്ന് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടാണ്. അപ്പോൾ അത് 1.5 കപ്പ് റവ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഒന്നിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം. ഇതപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. അപ്പത്തിൻ്റെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മാവ് കോരി ഒഴിക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പാലപ്പൊക്കെ ഉണ്ടാക്കണ പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അരിയും ഉഴുന്നൊക്കെ ഇടാൻ മറക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ രാവിലെ എന്തുണ്ടാക്കുമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കുകയാണെങ്കിൽ വേഗം തന്നെ ഇങ്ങനൊരു അപ്പം ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല മുട്ടക്കറിയുടെ കൂടെയോ ചിക്കൻ സ്റ്റൂവിൻ്റെ കൂടെയോ കടലക്കറിയുടെ ഒക്കെ കൂടെയോ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇത്. അപ്പം മറക്കാണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.